ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ലയബിലിറ്റിയുടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ ആണ് നോക്കുന്നത്. റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റും കുറയുമ്പോൾ ഡെബിറ്റുമാണ്. ഇത് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസിന്റെ ഹെൽപ്പോടുകൂടി അതിനെ നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ടുക്ക് എ ലോൺ ഫ്രം ബാങ്ക്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും, പക്ഷെ അതേസമയം ഒരു ലയബിലിറ്റി കൂടും. ക്യാഷിനെ ഡെബിറ്റ്, ലോണിനെ ക്രെഡിറ്റ്. സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ ലോൺ റീപേ ചെയ്യും. അതായത് നേരത്തെ ട്രാൻസാക്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് പേ ചെയ്യുമ്പോൾ ലയബിലിറ്റി കുറയും, നമ്മുടെ ക്യാഷും കുറയും. അപ്പൊ ലോണിനെ ഡെബിറ്റ്, ക്യാഷിനെ ക്രെഡിറ്റ്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം എ സപ്ലയർ. സപ്ലയറുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, പർച്ചേസിന് ഡെബിറ്റ്. സപ്ലയർ അപ്പൊ ക്രെഡിറ്റ് സപ്ലയർ ആണ്, അപ്പൊ അതൊരു ലയബിലിറ്റി ആണ്. അക്കൗണ്ട് പേയബിൾ, അതിന് ക്രെഡിറ്റ്. പെയ്ഡ് എമൗണ്ട് ടു സപ്ലയർ. ഈ അക്കൗണ്ട് പേയബിളിനെ നമ്മൾ പേ ഓഫ് ചെയ്യുമ്പോൾ ആ ലയബിലിറ്റി കുറയും, ക്യാഷും കുറയും. അപ്പൊ അക്കൗണ്ട് പേയബിൾ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഓഡ് സാലറി ടു എംപ്ലോയീസ്. നമുക്കറിയാം സാലറി ഒരു എക്സ്പെൻസ് ആണ്. അത് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ നമ്മൾ കൊടുത്തില്ല എങ്കിൽ അതൊരു ലയബിലിറ്റി ആയിട്ട് മാറും. അപ്പൊ സാലറി എക്സ്പെൻസിനെ ഡെബിറ്റും, കൊടുക്കാനുള്ള ആ ടോട്ടൽ എമൗണ്ട് സാലറി പേയബിൾ ലയബിലിറ്റിയുമാണ്. പെയ്ഡ് സാലറി ടു എംപ്ലോയീസ്. സാലറി പേയബിൾ അക്കൗണ്ടിൽ കിടക്കുന്ന ആ ബാലൻസിനെ നമ്മൾ പേ ഓഫ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ്, അതായത് ആ ലയബിലിറ്റി കുറയും. ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ. നോർമലി ബിസിനസ്സിൽ നമ്മൾ ചില കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് പൈസ മേടിക്കും സെയിൽസിന് മുന്നേ. അത് ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ അങ്ങനെ അഡ്വാൻസ് വാങ്ങിയാൽ ക്യാഷ് നമുക്ക് കിട്ടി, അതിനെ ഡെബിറ്റും അഡ്വാൻസിനെ ക്രെഡിറ്റും ചെയ്യും. ഈ അഡ്വാൻസിന് അഗേൻസ്റ്റ് നമ്മൾ ഇനി സെയിൽ നടത്തുമ്പോൾ പറയുന്ന ആ ലയബിലിറ്റി കുറയും, അഡ്വാൻസിനെ ഡെബിറ്റും സെയിൽസിനെ ക്രെഡിറ്റും ചെയ്യും. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നതിന് ആ ഡ്യൂ ഡേറ്റിൽ അക്രൂ ആയി വരും. അതിനെയാണ് അതൊരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. അതേസമയം അതൊരു ലയബിലിറ്റി ആണ്, നമുക്ക് കൊടുക്കുകയും വേണം. അപ്പൊ ഇൻട്രസ്റ്റ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റി ആയ ഇൻട്രസ്റ്റ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യും. പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ടിന് അഗേൻസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നു. അപ്പൊ ആ ലയബിലിറ്റി കുറയും, ക്യാഷും കുറയും. ഇങ്ങനെയാണ് നമ്മൾ ലയബിലിറ്റീസിന്റെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അനലൈസ് ചെയ്ത് ചെയ്യേണ്ടത്. താങ്ക് യു.